സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായം. ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വാനപ്രസ്ഥം ആരംഭിക്കുന്നു. സൂതൗവാച വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോഗതിം ജ്ഞാത്വാഗാധാസ്തിനപുരം തയാവാപ്ത വിവിത്സിത. സൂതൻ പറഞ്ഞു, വിദുരൻ തീർത്ഥയാത്രയ്ക്കിടയിൽ മൈത്രേയനിൽ നിന്ന് ആത്മസ്വരൂപനായ ശ്രീകൃഷ്ണൻ്റെ തത്വം അറിഞ്ഞിട്ട് അതിനാൽ അറിയേണ്ടതറിഞ്ഞു കഴിഞ്ഞതിനാൽ കൃതകൃത്യനായി അസ്തിനപുരത്തേക്ക് മടങ്ങി വന്നു. പരമാത്മാവായ ശ്രീകൃഷ്ണതത്വം അറിഞ്ഞു കഴിഞ്ഞതിനാൽ പിന്നെ അറിയേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന് സാരം. യാവതകൃതവാൻ പ്രശ്നാക്ഷത്താ കൗഷാരവാഗ്രത ജാതേക ഭക്തിർ ഗോവിന്ദേ ദേവ്യശോഭരരാമഃ. വിദുരൻ മൈത്രേയ മഹർഷിയോട് കർമ്മയോഗം, ഭക്തിയോഗം തുടങ്ങി ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യമായ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. ഏതാനും പ്രശ്നങ്ങളുടെ ഉത്തരം കേട്ടപ്പോഴേക്കും ഗോവിന്ദനിൽ ഏകഭക്തിയോടുകൂടിയ പരമപ്രേമം ഉറച്ചു. അതോടെ കൃതാർത്ഥനായിട്ട് അസ്തിനപുരത്തേക്ക് മടങ്ങി. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുത്സശ്ച സുതശാരദ്വതപ്രദ. ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്ര ചോത്തരാ കൃപേ അന്യാശ്ച ജാമയ പാണ്ഡോ ജ്ഞാതയ സസുത സ്ത്രീയ പ്രത്യുജഗ്മോ പ്രഹർഷേണ പ്രാണം തന്വൈവാഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനേ മുമുജു പ്രേമബാഷ്പൗകം വിരഹോത്കണ്ഠ്യകാതര രാജാതം അർഹയാ ചക്രേ കൃതാസന പരിഗ്രഹം. ഹേ ശൗനകമുനി, തൻ്റെ ബന്ധുവായ വിതുരൻ മടങ്ങി വരുന്നത് കണ്ടിട്ട് അഞ്ജന്മാരോടുകൂടിയ യുധിഷ്ഠിരൻ, ധൃതരാഷ്ട്രൻ, യുയുത്സു പറയുമ്പോൾ ധൃതരാഷ്ട്രർക്ക് വൈശ്യസ്ത്രീയിൽ ജനിച്ച മകൻ. ഈ മകൻ മാത്രമാണ് യുദ്ധത്തിൻ്റെ അവസാനം ജീവിച്ചിരിക്കുന്നുള്ളൂ. ബാക്കി 100 ആൺമക്കളും മരിച്ചല്ലോ. പിന്നെയുള്ള ഒരു മകള് മാത്രമേ ബാക്കിയുള്ളൂ. സഞ്ജയൻ, കൃപാചാര്യർ പറയുമ്പോൾ ശരദ്വാൻ്റെ പുത്രൻ, കുന്തിദേവി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര അഭിമന്യുവിൻ്റെ ഭാര്യയാണ് ഉത്തര, പരീക്ഷിത്തിൻ്റെ മാതാവ്, കൃപി ദ്രോണാചാര്യരുടെ ഭാര്യ, കൃപരുടെ ഇളയ സഹോദരി അശ്വത്ഥാമാവിൻ്റെ അമ്മ, മറ്റെല്ലാ ബന്ധുക്കളുടെയും ഭാര്യമാർ, പുത്രസഹിതരായ ജ്ഞാതികൾ, അന്യ സ്ത്രീജനങ്ങൾ ഇവരെല്ലാവരും മോഹാത്സ്യം തീർന്നിട്ട് ഉണരുമ്പോൾ അവയവങ്ങൾ പ്രാണനെ എന്ന പോലെ ആലിംഗനം ചെയ്തും വന്ദിച്ചും വിധിപ്രകാരം വിതുരേറ്റു. വിതുരരുടെ വേർപാടിലെ ദുഃഖം മൂലം പരവശരായി ആനന്ദബാഷ്പം പൊഴിച്ചു. ധർമ്മപുത്രർ ആസനം നൽകി വിതുരനെ യഥാവിധി പൂജിച്ചു. തം ഭുക്തവന്തം വിശ്രാന്തം ആസീനം സുഖമാസനെ പ്രക്ഷയാവനതോ രാജ പ്രഹദേശാം ജഷുണ്ണതാം. വിദുരൻ ഭക്ഷണാദികൾ കഴിഞ്ഞ ശേഷം സുഖമായി വിശ്രമിക്കുമ്പോൾ ധർമ്മപുത്രർ വിനയത്തോടുകൂടി തൻ്റെ ബന്ധുക്കൾ എല്ലാവരും കേൾക്കെ പറഞ്ഞു. യുധിഷ്ഠിര ഉവാച അഭിസ്മരതനോ യുഷ്മത് പക്ഷഛായാസമേതിതാൻ വിപൽഗണാത് വിഷാജ്ഞാതേർ മോചിതായ സമാതൃകാഹ. യുധിഷ്ഠിരൻ പറയാണ്, ഇളയച്ച, പക്ഷികൾ ചിറകനടിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്തിയ ഞങ്ങളെ അങ്ങ് ഓർക്കുന്നുണ്ടോ? ശത്രുക്കൾ പ്രയോഗിച്ച വിഷം, അഗ്നി എന്നിങ്ങനെയുള്ള അനേകം ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും അമ്മയെയും അവിടുന്നല്ലേ സംരക്ഷിച്ചത്? കയാവൃത്യാവർത്തിതം വത്സരദ്ഭീഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങ് ശരീരരക്ഷ നടത്തിയിരുന്നത് ഏതു വിധത്തിലാണ്? ഏതേത് ക്ഷേത്രങ്ങളെയും തീർത്ഥങ്ങളെയും സേവിച്ചു? ഭവദ്വിധ ഭാഗവത തീർത്ഥഭൂത സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത. ഹേ സർവജ്ഞ, അങ്ങേപ്പോലുള്ള ഭഗവത് ഭക്തന്മാർ സ്വതേ പരിശുദ്ധരായി തീർന്നവരാണ്. ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിനാൽ തീർത്ഥങ്ങളെ അവിടുന്ന് പരിശുദ്ധങ്ങളാക്കി തീർത്തു. രുദ്രരെ പോലെയുള്ള മഹാത്മാക്കൾ
തീർത്ഥാടനം നടത്തുന്നത് തീർത്ഥങ്ങളെ പരിശുദ്ധമാക്കാനാണ്. അഭി നസുഹൃദസ്താദ ബാന്ധവ കൃഷ്ണദേവത ദൃഷ്ടാശുതാവാ യഥവ സൗര്യാം സുഖമാസതേ. ഹേ താത, ശ്രീകൃഷ്ണനെ ദൈവമായി കരുതിയവരും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ യാദവന്മാർ അവരുടെ പട്ടണങ്ങളിൽ സുഖമായി കഴിയുന്നുവോ? അവിടുന്ന് അവരെ എങ്ങാനും കണ്ടുമുട്ടിയോ? അവരുടെ വാർത്ത വല്ലതും കേട്ടുവോ? ഇത്യുക്തോ ധർമ്മരാജേന സർവം ദർശമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതുലക്ഷയം. ഇങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചപ്പോൾ വിതുരൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ സകലതും ക്രമത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ യദുകുലനാശം മാത്രം പറഞ്ഞില്ല. ധന്യപ്രിയം ദുർവിഷകം നൃണാം സ്വയം ഉപസ്ഥിതം ന വേദയേ സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമ. മനുഷ്യർക്ക് ദൈവഹത്യ സംഭവിക്കുന്നതും സഹിക്കാൻ പ്രയാസമുള്ളതുമായ വൃത്താന്തങ്ങൾ അന്യരുടെ ദുഃഖം കാണാൻ ശക്തിയില്ലാത്തവനും കരുണയുള്ളവനുമായ മനുഷ്യൻ അറിയിക്കരുത് എന്ന ന്യായമനുസരിച്ചാണ് ഇവിടെ പാണ്ഡവർക്ക് അസഹ്യവും ദൈവഹത്യ നേരിട്ടതുമായ യദുകുലനാശത്തെ അവരുടെ ദുഃഖം കാണാൻ ശക്തിയില്ലാത്ത വിതുരൻ അപ്പോൾ അറിയിച്ചില്ല. കശ്ചിത് കാലമതാവാസേ സൽകൃതോ ദേവവത്സുഖം ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃ സർവേഷാം പ്രീതിമാവഹൻ. പിന്നെ വിതുരർ ധർമ്മപുത്രർ മുതലായവരാൽ ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ട് അവർക്കെല്ലാവർക്കും പരമസന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ടും ജ്യേഷ്ഠഭ്രാതാവായ ധൃതരാഷ്ട്രർക്ക് തത്വോപദേശം ചെയ്തുകൊണ്ടും കുറേ കാലം അവിടെ വസിച്ചു. അഭിധജ്യമാദണ്ഡം യഥാവത് അകകാരിഷു യാവദ്ദാരശൂദ്രത്വം ശാപവർഷശതം യമ. യമൻ ശാപം കാരണമായി 100 വർഷം ശൂദ്രനായി ജനിച്ച് ഭൂമിയിൽ കഴിയേണ്ടി വന്നു. അതുവരെ പാപികളെ ശിക്ഷിക്കുന്ന കർമ്മം പിതാവായ സൂര്യൻ നിർവഹിച്ചു. വിതുരൻ ശാപനിമിത്തം ശൂദ്രനായി ഭൂമിയിൽ കഴിയേണ്ടി വന്ന യമരാജാവാണ്. ഒരിക്കൽ കുറേ കള്ളന്മാർ രാജകൊട്ടാരത്തിൽ നിന്നും മോഷ്ടിച്ച മുതലുമായിട്ട് ഓടി. അവർ മാണ്ഡവ്യൻ എന്ന മുനി തപസ് ചെയ്തിരുന്ന വനത്തിലെത്തി. മുതലെല്ലാം അവിടെ ഒളിപ്പിച്ചു. കള്ളന്മാരെ അന്വേഷിച്ച് നടന്ന രാജഭടന്മാർ അവിടെ എത്തി ചോദിച്ചതിനൊന്നും മുനി മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് മാണ്ഡവ്യന് കള്ളനാണ് എന്ന് ധരിച്ച ഭടന്മാർ കള്ളന്മാരോടൊപ്പം മുനിയെയും പിടികൂടി രാജകൊട്ടാരത്തിൽ എത്തിച്ചു. രാജാവ് എല്ലാവരെയും ശൂലത്തിൽ തറച്ചു കൊല്ലാൻ വിധിച്ചു. വളരെ കാലം കഴിഞ്ഞിട്ടും പക്ഷേ മുനി മരിച്ചില്ല. മാത്രമല്ല നിരവധി മുനിമാർ പക്ഷിരൂപത്തിലെത്തി മുനിയോട് കുശല പ്രശ്നം നടത്തി. ഇതറിഞ്ഞ് അത്ഭുതപ്പെട്ട രാജാവ് ക്ഷമായാചനം ചെയ്ത് മുനിയെ മോചിപ്പിച്ചു. ശൂലം അറുത്തെടുത്താണ് രക്ഷിച്ചത്. ശൂലത്തിൻ്റെ കഷ്ണം തർച്ച മൂലവുമായി നടന്നതിനാൽ അദ്ദേഹം ആണിമാണ്ഡവ്യൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അണിമാണ്ഡവ്യൻ യമലോകത്തെത്തി തന്നെ ശൂലത്തിൽ കോർത്ത് ശിക്ഷിക്കാൻ താൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിച്ചു. ബാല്യത്തിൽ അങ്ങ് സ്ഥലമങ്ങളെ പിടികൂടി കുശാഗ്രത്തിൽ കോർത്ത് വിനോദിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചത് എന്ന് യമരാജാവ് മറുപടി കൊടുത്തു. ബാല്യത്തിൽ അറിയാതെ ചെയ്തു പോയ തെറ്റിന് ക്രൂരമായ ശിക്ഷ വിധിച്ചതിനും ബ്രാഹ്മണവധം എന്ന പാപം ചെയ്തതിനും നീ ശൂദ്രനായി ജനിച്ച് 100 വർഷം ഭൂമിയിൽ ജീവിക്കുക എന്ന് അണിമാണ്ഡവ്യൻ യമനെ ശപിച്ചു. യമൻ വ്യാസപുത്രനായിട്ട് ശൂദ്രസ്ത്രീയിൽ ജനിച്ചതാണ് വിതുരർ. വ്യാസന് അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും ജനിച്ചു. യമന് ഒരു ദാസിയിലുണ്ടായ പുത്രനാണ് ധർമ്മപുത്രർ. ഇവിടെ കുന്തിന്ന് എഴുതിയിരിക്കുന്നത് അക്ഷരത്തെറ്റാണ്. അംബികയുടെ ഒരു ദാസിയാണ് പറഞ്ഞേക്കുന്നത് വ്യാസന്റെ അടുത്തേക്ക്. അങ്ങനെ ആ ദാസിയിലുണ്ടായതാണ് വിതുരർ. യമന് കുന്തിയിലുണ്ടായ പുത്രനാണ് ധർമ്മപുത്രർ. മഹാഭാരതം ആദിപർവം അധ്യായം 108 അങ്ങനെ പറയുന്നു എന്നാണ് പറയണത്. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്തരം ഭ്രാതൃബേർ ലോകപാലാബേർ മുമുദി പരയാശ്രിയ. ഈ ഭാഗം ഒന്നുകൂടി സംശയം തീർക്കണമായിട്ട് നോക്കാം. ഇവിടെ ആണിമാണ്ഡവ്യൻ യമനെ ശപിച്ചു. യമൻ വ്യാസപുത്രനായിട്ട് ശൂദ്രസ്ത്രീയിൽ ജനിച്ചു. വിതുരൻ വ്യാസന് അങ്ങനെ ദാസിയിൽ ജനിച്ച പുത്രനാണ് വിതുരൻ. വ്യാസന് അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും ജനിച്ചു. യമന് കുന്തിയിലുണ്ടായ പുത്രനാണ് ധർമ്മപുത്രർ. മഹാഭാരതം ആദിപർവം അധ്യായം 108. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്തരം ഭ്രാതുബേർ ലോകപാലാബേർ മുമുദേ പരയാശ്രിയ. തനിക്ക് ലഭിച്ച രാജ്യത്തിൽ ധർമ്മപുത്രർ ലോകപാലകരായ ഇന്ദ്രാജി ദേവന്മാർക്ക് തുല്യരായ 4 സഹോദരന്മാരോടുകൂടി
അതായത് ഇന്ദ്രൻ്റെ പുത്രൻ അർജുനൻ, വായുപുത്രൻ ഭീമൻ, അശ്വിനി ദേവന്മാരുടെ പുത്രന്മാർ നകുലനും സഹദേവനും തങ്ങളുടെ വംശം നിലനിർത്തുവാനായിട്ട് യോഗ്യനായ പൗത്രനെ നോക്കി പരമസന്തോഷത്തോടെ വസിച്ചു. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയ അത്യക്രാമത വിജ്ഞാത കാലപരമദുസ്തര. ഇപ്രകാരം ഗൃഹകാര്യങ്ങളിൽ അതീവ താൽപ്പര്യമുള്ളവരും ലൗകിക വ്യാപാരങ്ങളിലും പുത്രൻ പൗത്രൻ എന്നീ വിഷയങ്ങളിലും മതിച്ചവരുമായി അവർ കാലം കഴിച്ചുകൂട്ടി. വിഷയത്തിൽ മതിമറന്ന് ജീവിക്കുന്നവരുടെ ആയുഷ്കാലം കഴിഞ്ഞു പോകുന്നത് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല എന്ന് സാരം. വിദുരസ്തതി വിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജൻ നിർഗമ്യതാം ശീക്രം പശ്യേതം ഭയമാഗതം. കാലം കടന്നു പോകുന്നതറിഞ്ഞ വിദുരൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങ് വേഗം നിഷ്ക്രമിച്ചാലും ഭയം അടുത്തു വന്നിരിക്കുന്നത് കണ്ടാലും പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിത് പ്രഭോ സ ഏവ ഭഗവാൻ കാല സർവേഷാം നഹ സമാഗത. ഹേ പ്രഭു, ഏതു വിധത്തിലും ഏതു കാലത്തും തടുക്കാൻ കഴിയാത്ത കാലഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും അടുത്ത് എത്തിക്കഴിഞ്ഞു. ഏന ചൈവാഭിപന്നോയം പ്രാണേ പ്രിയതമേ രവി ജനസദ്യോ വയുജ്യേത വിമുദാന്യേതനാദിഭിः. ഏതൊരു കാലനാൽ പ്രാപിക്കപ്പെട്ട ഈ ജനം ഏറ്റവും പ്രിയപ്പെട്ട പ്രാണനെപ്പോലും തൽക്ഷണം വിട്ടുപിരിയേണ്ടി വരുന്നു. അന്യങ്ങളായ ധനാദികളെപ്പറ്റി പിന്നെ പറയണമോ? പിതൃഭ്രാതൃതുഹുൽപുത്ര ഹതാസ്തേ വിഗതം വയ ആത്മാജരയാഗ്രസ്ത പരഗേഹമുപാസസേ. അങ്ങയുടെ പിതാവ്, സഹോദരൻ, സുഹൃത്തുക്കൾ, പുത്രന്മാർ തുടങ്ങിയവരെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വയസ്സും അതിക്രമിച്ചു, ശരീരത്തിൽ ജരയും ബാധിച്ചു. ഇത്രയായിട്ടും അന്യമൗനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുവല്ലോ. അഹോ മഹീയസീ ജന്തോ ജീവിതാശായയാ ഭവാൻ ഭീമാപവർദ്ധിതം പിണ്ഡം ആദത്തേ ഗ്രഹപാലവത്. അഹോ ആശ്ചര്യം! പ്രാണികളുടെ ജീവിതത്തിൻ്റെ ആശ ഏറ്റവും ശക്തിയുള്ളത് തന്നെ. അതുകൊണ്ടാണല്ലോ മക്കളെ കൊന്ന ഭീമസേനൻ തരുന്ന അന്നം വീട് കാക്കുന്ന ശാവിനെ പോലെ അങ്ങ് വാങ്ങിക്കഴിക്കുന്നത്. അഗ്നി നിസൃഷ്ടോ ദത്തശ്ച ഗരോധാരാശ്ച ദൂഷിത കൃതം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തേരസുവിക്രിയത്. അങ്ങ് ആര് വസിക്കുന്ന ഗ്രഹത്തിന് തീ വെച്ചുവോ? ആർക്ക് വിഷം കൊടുത്തുവോ? ആരുടെ ഭാര്യയെ വസ്ത്രാക്ഷേപം ചെയ്ത് ദുഷ്പിച്ചുവോ? ആരുടെ ധനസമ്പത്ത് അപഹരിച്ച് ദുഃഖിപ്പിച്ചുവോ? അവർ തരുന്ന അന്നം കഴിച്ച് ഈ പ്രാണനെ നിലനിർത്തുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? തസ്യാഭീതപദേഹോയം കൃപണസ്യ ജിജീവിഷോ പരേത്യനിച്ഛതോ ജീർണോ ജരയാമസീവ. ഇങ്ങനെ വിരക്തിയില്ലാത്തവനും ദൈന്യത്തോടെ ജീവിച്ചിരിക്കാനും ആഗ്രഹിക്കുന്ന അങ്ങയുടെ ശരീരം ജീർണിച്ചുപോയ വസ്ത്രം പോലെ നശിക്കാൻ തയ്യാറായിരിക്കുന്നു. ഏതു സമയത്തും ഇത് വീണുപോകാം എന്ന് സാരം. യഥസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവേദീര ഉദാഹൃത. ഇനി വിഷയങ്ങളിൽ ആഗമില്ലാതെയും പുരുഷാർത്ഥങ്ങൾ സാധിക്കാൻ കഴിവില്ലാതെയും ഇരിക്കുന്ന ജീർണിച്ചുപോയി ശരീരത്തിലുള്ള മോഹം കൈവിട്ട് എല്ലാ തരത്തിലുള്ള മമതാബന്ധങ്ങളും അവസാനിപ്പിച്ച് ഏത് ദിക്കിലിരിക്കുന്നു എന്ന് ബന്ധുജനങ്ങൾ അറിയാതെ സഞ്ചരിച്ച് ആരാണോ ദേഹം വെടിയുന്നത് അവൻ ധീരൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് അന്വേഷിച്ച് ചെല്ലും. പിന്നെ നാടും കാടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ബന്ധുജനങ്ങൾ അറിയാതെ സഞ്ചരിക്കാൻ പറയുന്നത്. യഹസ്വകാ പരതോ വേഹ ജാതം വേദാത്മവാൻ ഹൃദി കൃത്വ ഹരിം ഗേഹ പ്രവജ്യേൽ സനരോത്തമ. സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചറിഞ്ഞിട്ടോ യോഗ്യനായ ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ടോ ഈ ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനത്തെ വെടിഞ്ഞ് ആത്മസ്വരൂപത്തെ നന്നായി മനസ്സിലാക്കി ജനന മരണ ക്ലേശങ്ങളെ നശിപ്പിച്ച് ഭക്തന്മാർക്ക് പരമഗതി നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ നന്നായി ഉറപ്പിച്ചുകൊണ്ട് ഇനി മടങ്ങി വരില്ല എന്ന് ദൃഢമായി നിശ്ചയിച്ചുകൊണ്ട് വീടുവിട്ടു പോകുന്ന മനുഷ്യനാണ് ഉത്തമ പുരുഷൻ. അതോ ദീജ്യം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോ അർവാപ്രായശക്കാല പുംസാംഗുണ വികർഷണ. ഇനിമേൽ അവിടുന്ന് ഇവിടെ ഇരിക്കരുത്. എങ്ങോട്ട് പോയി എന്ന് സ്വജനങ്ങൾ അറിയാത്ത വിധത്തിൽ ഉടനെ ഈ സ്ഥലം വിട്ട് വടക്ക് ദിക്കിലേക്ക് പോകണം. ഇനിയുള്ള കാലം പുരുഷന്മാരുടെ ഉത്തമ ഗുണങ്ങളെ നശിപ്പിക്കുന്ന കാലമാണ്. അതായത് അന്യരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുമ്പോൾ സ്വന്തം ഗുണങ്ങൾ നശിക്കും എന്ന് അർത്ഥം. ഏവം രാജ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഡ ചിത്വാസേഷു സ്നേഹപാശാൻ ദ്രഡിംനോ നിശ്ചക്രാമ ഭ്രാതു സന്ദർശിതദ്വ.
അജമിയുടെ വംശത്തിൽ പിറന്നവനും അന്ധനുമായ രാജാവ് അനുജനായ വിതുരരുടെ ഈ വിധമുള്ള വാക്യങ്ങൾ കേട്ട് ബോധിച്ചപ്പോൾ സ്വജനങ്ങളിൽ ദൃഢമായി ഉറച്ചിരുന്ന സ്നേഹപാശത്തെ മുറിച്ചു കളഞ്ഞിട്ട് സഹോദരൻ കാണിച്ചു കൊടുത്ത മാർഗത്തെ അനുസരിച്ച് കൊട്ടാരം ഉപേക്ഷിച്ച് വിതുരരോടൊപ്പം പുറപ്പെട്ടുപോയി. അജമീഡം പുരുവംശത്തിൻ്റെ പ്രസിദ്ധനായ രാജാവാണ്. ഭരതചക്രവർത്തിയുടെ പുത്രനായ അസ്ഥിയുടെ പുത്രനായിരുന്നു അജമീഡൻ. പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവൃത ജാനുജഗാമസദ്ദി ഹിമാലയം ന്യസ്തദണ്ഡപ്രഹർഷം മനസ്സിനാമിവ സൽസംപ്രഹാര. ധീരന്മാർക്ക് യുദ്ധം എന്ന പോലെ പരമശാന്തരായ യോഗികൾക്ക് സന്തോഷസ്ഥാനമായിരിക്കുന്ന ഹിമാലയ പർവ്വതത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പതിയെ പതിവ്രതയും സാധ്യയും സുശീലയുമായ സുബലപുത്രിയായ ഗാന്ധാരി ദേവി അനുഗമിച്ചു. യദുവിൻ്റെ സഹോദരനായ തുർവസുവിൻ്റെ വംശത്തിൽ ജനിച്ച സുബലൻ ഗാന്ധാരദേശത്തിൻ്റെ അധിപനായിരുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ്. അങ്ങനെ സുബലന് ഒരു പുത്രിയും പുത്രനും ഉണ്ടായി. പുത്രി ഗാന്ധാരിയെ ധൃതരാഷ്ട്ര വിവാഹം ചെയ്തു. പുത്രനായ ശകുനി ഗാന്ധാരിയോടൊപ്പം ഹസ്തിനപുരത്തേക്ക് വന്നു. ഇവരെ സൗബലി എന്നും സൗബലൻ എന്നും പറയാറുണ്ട്. അജാതശത്രു കൃതമൈത്രോ ഹുദാഗ്നിർ വിപ്രാണ്ണത്വാ തിലകോ ഭൂമിരുക്മേ ഗ്രഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ നചാപശ്യത് പിതരോ സൗബലിം ച. അജാതശത്രുവായ ധർമ്മപുത്രർ പാദകൃത്യങ്ങൾ കഴിഞ്ഞ സൂര്യനമസ്കാരം, അഗ്നിഹോത്രം തുടങ്ങിയ നിത്യകർമ്മങ്ങൾക്ക് ശേഷം എള്ള, ഭൂമി, പശു, സ്വർണം എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് അവരെ നമസ്കരിച്ചു. അതിനുശേഷം ഗുരുവന്ദനത്തിനായിട്ട് ഗ്രഹത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ധൃതരാഷ്ട്രരെയും സൗബലിയെയും വിതുരയെയും കണ്ടില്ല. തത്ര സഞ്ജയമാസീനം പപ്രച്ചോദിഗ്ധമാനസ ഗാവൽഗണേ കുഹനസ്താദോ വൃദ്ധോഹീനശ്ച നേത്രയോഹോ. മാതാപിതാക്കളെ കാണാത്ത ധർമ്മപുത്രൻ ദുഃഖിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സഞ്ജയനോട് ചോദിച്ചു, ഹേ ഗവൽഗണപുത്ര, അന്ധനും വൃദ്ധനുമായ ഞങ്ങളുടെ പിതാവ് എവിടെ പോയി? സഞ്ജയൻ്റെ പിതാവാണ് സൂതനായ ഗവൽഗണൻ. അംബാജഹതപുത്രാർത്ഥ പൃഥിവ്യാക്വഗതസുഹൃദ് അഭി മയ്യകൃതപ്രജ്ഞേ ഹതബന്ധു സ്വഭാര്യ അശംസമാനാശമലം ഗംഗായാം ദുഃഖിതോപതത്. പുത്രന്മാരുടെ മരണത്താൽ ദുഃഖിച്ചിരിക്കുന്ന അമ്മയും ഞങ്ങളുടെ ഇഷ്ടനായ വലിയച്ഛനും എവിടെ പോയി? ബന്ധുക്കളാരുമില്ല എന്ന ദുഃഖത്താൽ മന്ദബുദ്ധിയായി എനിക്ക് അവരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ദോഷമുണ്ടാക്കാനായി ഭാര്യയോടുകൂടി ഗംഗയിൽ ചാടിയോ? പിതരൂപരതേ പാണ്ഡോ സർവാൻ നഹസൂർദശിശൂൻ അരക്ഷതാം വ്യസനത പൃഥുവ്യോ ഖഗതാവിധ. ഞങ്ങളുടെ പാണ്ഡുപിതാവ് മരിച്ച ശേഷം കുട്ടികളും പ്രേമവാചനങ്ങളുമായിരുന്ന ഞങ്ങളെ എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചു വളർത്തിയ ആ പൃഥുവ്യന്മാർ രണ്ടുപേരും ഇവിടം വിട്ട് എങ്ങോട്ട് പോയിരിക്കുന്നു? സൂതൗവാച കൃപയാ സ്നേഹവൈക്ലഭ്യ സൂതോ വിരഹകർഷിത ആത്മേശ്വരചക്ഷാണോ ന പ്രത്യാഹാതിപീഡിത. സൂതൻ പറഞ്ഞു, ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും വേർപാട് നിമിത്തം ദുഃഖിതനായിരിക്കുന്ന സഞ്ജയൻ കരുണ കൊണ്ടും സ്നേഹപാരവശ്യം കൊണ്ടും ഉണ്ടായ വ്യസനത്താൽ ഉത്തരമൊന്നും പറഞ്ഞില്ല. വിമുജ്യാശൂണി പാണിഭ്യാം ഇഷ്ടഭ്യാത്മാനമാത്മന അജാതശത്രും പ്രത്യൂജേ പ്രഭോപാതാവനുസ്മരൻ. രണ്ട് കൈകൊണ്ടും കവിഞ്ഞൊഴുകുന്ന കണ്ണീർ തുടച്ച് ധൈര്യം അവലംബിച്ച് പ്രഭുവിൻ്റെ പാദങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ധർമ്മപുത്രരോട് മറുപടി പറഞ്ഞു. സഞ്ജയോ വാച നാഹം വേദവ്യവസ്ഥിതം പിത്രോർവകുലനന്ദന ഗാന്ധാര്യാ വാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭിः. സഞ്ജയൻ പറഞ്ഞു, ഹേ കുലനന്ദന, മഹാബാഹോ, ശ്രേഷ്ഠപുരുഷ, നിങ്ങളുടെ പിതാക്കന്മാരായ ധൃതരാഷ്ട്രരുടെയും വിതുരരുടെയും ഗാന്ധാരിയുടെയും നിശ്ചയം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മഹാത്മാക്കളാൽ ഞാനും വഞ്ചിതനായിരിക്കുന്നു. അതാ ജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരു പ്രത്യുത്തായാഭിവാദ്യാഹ സാനുജോ വ്യർച്ചയന്നിവ. ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരു നാൾ ഭഗവാൻ നാരദൻ തുമ്പുരുവിനോടൊപ്പം അവിടെ ആഗമിച്ചു. ധർമ്മപുത്രർ അനുജന്മാരോടൊപ്പം എണീറ്റ് എതിരേറ്റു കൊണ്ടുവന്ന് പൂജിക്കുന്ന പോലെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. യുധിഷ്ഠിരോവാച നാഹം വേദഗതിം പിതോ ഭഗവൻ ത്വഗതാവിധ അംബാവ ഹതപുത്രാർത്ഥ ത്വഗതാജതപസ്സിനി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഹേ ഭഗവാൻ, ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ നിന്നും എങ്ങോട്ട് പോയി എന്നറിയുന്നില്ല. തപസ്സിനിയും ഹനിക്കപ്പെട്ട പുത്രന്മാരെക്കുറിച്ച് ദുഃഖിക്കുന്നവളുമായ അമ്മയും ഇവിടെ പോയി എന്നറിയാൻ കഴിയുന്നില്ല.
കർണധാര ഇവ പാരേ ഭഗവാൻ പാരദർശക അതാ ബഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമ. അപാരമായി ദുഃഖസമുദ്രത്തെ കടത്തിവിടുന്ന കപ്പൽക്കാരൻ എന്ന പോലെ അങ്ങേ ഇപ്പോൾ കിട്ടിയത് ഭാഗ്യമാണ്. മുനിസത്തമനായ ഭഗവാൻ നാരദൻ ഇങ്ങനെ പറഞ്ഞു. മാ കഞ്ചന ശുചോ രാജൻ യതീശ്വരവശം ജഗത് ലോകസവാലായസ്യേ മേ വഹന്തി ബലിമീശിതോ സംയുക്തനക്തിഭൂതാനി സയേവ വിയുനക്തിജ. ഹേ രാജാവേ, അങ്ങ് ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം മുഴുവനും ഈശ്വരന് അധീനമായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഈശ്വരനായ യാതൊരുത്തന് ലോകപാലകന്മാരോടുകൂടിയ ഈ ലോകം മുഴുവനും ബലി സമർപ്പിക്കുന്നുവോ അവർ ഭൂതങ്ങളെ അന്യോന്യം സംയോജിപ്പിക്കുകയും അവൻ തന്നെ വേർപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാ ഗാവോ നസി പ്രോദാസ്തന്ത്യാം ബദ്ധ സ്വതാമഭിഃ വാക്തന്ത്യാം നാമഭേദ്ബദ്ധ വഹന്തി ബലിമീശിതുഃ. മൂക്കുതുളച്ച് കയർ കോർത്ത് അതിന്മേൽ നീളമുള്ള കയറിട്ട് ബന്ധിച്ച് യജമാനൻ വണ്ടിക്കാളകളെ നിയന്ത്രിക്കുന്നത് പോലെ വേദമാകുന്ന ചരടിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ബ്രഹ്മചാരി എന്നീ നാമഭേദങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ജീവികളെ കൊണ്ട് ഈശ്വരൻ ഓരോരോ ജോലികൾ എടുപ്പിക്കുന്നു. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡതു സ്യാദാം തദേവേശേച്ഛയാ നൃണാം. കളിക്കുന്നവൻ്റെ ഇച്ഛാനുസരണം ഇവിടെ കളിക്കോപ്പുകളുടെ ചേർച്ചയും അകൽച്ചയും ഉണ്ടാകുന്നത് പോലെ മനുഷ്യർക്ക് തമ്മിൽ സംയോഗവും വിയോഗവും സംഭവിക്കുന്നു. അവരെക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന കളി നടത്തുന്ന ഈശ്വരൻ്റെ ഇച്ഛ പോലെ നടക്കും. എൻ മന്യസേ ധ്രുവം ലോകം അധ്രുവം വാനജോഭയം സർവദാ നഹി ജോജാസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. ഈ ലോകം നശിക്കാത്തതാണെന്നോ നശിക്കുന്നതാണെന്നോ രണ്ട് വിധത്തിലുമുള്ളതല്ല, നിർവചിക്കാനാകാത്തതാണെന്നോ അതല്ല ശുദ്ധ ബ്രഹ്മമാണെന്നോ ഏതു വിധത്തിൽ വിചാരിച്ചാലും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ക്ലേശിക്കേണ്ടതില്ല. മോഹത്തിൽ നിന്നും ജനിച്ച സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ദുഃഖിക്കാൻ അവകാശമില്ല. തസ്മാത് ജഹ്യംഗവൈക്ലവ്യം അജ്ഞാനകൃതമാത്മന കഥം ത അനാഥാകൃപണ വർത്തേരം സ്തേജമാം വിന. അതുകൊണ്ട് ഹേ രാജൻ, ദുഃഖിതന്മാരും അഗതികളുമായ എൻ്റെ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടായ ദുഃഖത്തെ ത്യജിച്ചാലും കാലകർമ്മഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാസ്തു ഗോപായേ സർപ്പഗ്രസ്തോ യഥാപരം. കാലം, കർമ്മം, ഗുണം എന്നിവയ്ക്ക് അധീനമായതും പഞ്ചഭൂതങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടായതുമായ ഈ ദേഹം സർപ്പത്തിൻ്റെ വായിലകപ്പെട്ട ഒരുവൻ അതുപോലെ ഗ്രസിക്കപ്പെട്ട മറ്റൊരുത്തനെ രക്ഷിക്കാൻ ശക്തനാകുമോ? സർവരും മൃത്യുവാകുന്ന സർപ്പത്തിൻ്റെ വായിലകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ധർമ്മപുത്രർക്ക് മാതാപിതാക്കളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് സാരം. അഹസ്താനീ സഹസ്താനാം അപദാനീ ചതുഷ്പദാം ഫൽഗുനീ തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. കൈകളുള്ള മനുഷ്യർ മുതലായവർക്ക് കൈകളില്ലാത്ത പശുക്കൾ തുടങ്ങിയവയും നാക്കാലികൾക്ക് തൃണം മുതലായവയും മഹാഭൂതങ്ങളായ രാക്ഷസാദികൾക്ക് മനുഷ്യർ തുടങ്ങിയ അല്പഭൂതങ്ങളും ആഹാരപദാർത്ഥമായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് സർവ്വപ്രാണിവർഗവും പ്രാണികൾക്ക് തന്നെ ആഹാരമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഉപജീവനദ്രവ്യം സുലഭമായി വച്ചിരിക്കുന്നു. അതിനാൽ ആരെ രക്ഷിക്കണം? തദിദം ഭഗവാൻ രാജൻ ഏകാത്മാത്മനാം സ്വദൃക് അന്തരോനന്തരോപാധി പശ്യതം മായയോരുത. ഹേ രാജാവേ, ഇത് ആത്മാക്കളുടെ ആത്മാവും സ്വയം പ്രകാശിക്കുന്നതും സകല പ്രാണികളുടെയും അകത്തും പുറത്തുമുള്ളവനും ഏകനുമായ ഭഗവാൻ തന്നെ മായ കൊണ്ട് ബഹുവായിട്ട് ശോഭിക്കുന്നു. ആ പരമാത്മാവിനെ കണ്ടറിഞ്ഞാലും സ്വയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോപതീർണോ സ്യാദ് അഭാവായ സുരദിശാം. സർവപ്രാണികളെയും അനുഗ്രഹിക്കാനായി സൃഷ്ടിയാദി ലീലകളെ നടത്തുന്ന കാലസ്വരൂപനായ ഭഗവാൻ ഈ ഭൂമിയിൽ ദേവന്മാരെ ദേശിക്കുന്നവരായ ദുർജനങ്ങളെ ശിക്ഷിക്കാനായി ഇവിടെ അവതരിച്ചിട്ടുണ്ട്. നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ താവയൂയമപേക്ഷദ്വം ഭവേയാവതിഹേശ്വര. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശമായ അസുരസംഹാരം എന്ന ദേവകാര്യം സാധിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന ഭാരമുണ്ട്, അതായത് യദുകുല സംഹാരം. അത് പ്രതീക്ഷിക്കുന്നു. ആ കൃത്യം കഴിഞ്ഞാൽ അവതാര സ്വരൂപത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ ഭഗവാൻ ആലോചിക്കുന്നു. ഭഗവാൻ വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളും സ്വന്തം മാർഗത്തെ പിന്തുടർന്നുകൊള്ളുവിൻ. ഇവിടെ യദുകുലനാശം കഴിഞ്ഞുവെങ്കിലും നാരദനും അത് വെളിപ്പെടുത്തുന്നില്ല. വിതുരരും ധൃതരാഷ്ട്രരും മറ്റും പോയ വഴി അന്വേഷിക്കുവിൻ എന്നുപദേശിക്കുന്നു.
ധൃതരാഷ്ട്രാതഃ ഭ്രാത്ര ഗാന്ധാര്യാജ സ്വഭാര്യ ദക്ഷിണേന ഹിമവത ഋഷീണാമാശ്രമം ഗതഃ. സഹോദരനോടും ഭാര്യയായ ഗാന്ധാരിയോടും കൂടി ധൃതരാഷ്ട്രർ ഹിമവാന്റെ തെക്കുഭാഗത്തിലൂടെ ഋഷികളുടെ ആശ്രമത്തെ പ്രാപിച്ചു. സ്രോതോപി സ്തപ്തബിർയാവൈ സ്വന്തൂനി സപ്തദാവ്യതാത് സപ്താനാം പ്രീതയേനാന സപ്തസ്രോത പ്രതിഷ്ഠതേ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിച്ച സ്വർനദിയായ ഗംഗ സപ്തർഷികളിൽ ഓരോരുത്തരെയും പ്രീതിപ്പെടുത്താനായി 7 പ്രവാഹങ്ങളായി പിരിഞ്ഞൊഴുകുന്ന സ്ഥലം, അതാണ് സപ്തസ്രോതസ് എന്നറിയപ്പെടുന്നത്. സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാ ചാജ്ഞന്യതാവിധി അപക്ഷ ഉപശാന്താത്മാ സഹസ്തേ വിഗതീക്ഷണ. സപ്തസ്രോതസ് എന്നു പേരായ ആ തീർത്ഥസ്ഥാനത്ത് 3 സന്ധ്യകളിലും സ്നാനം, അഗ്നിഹോത്രം മുതലായവ ചെയ്തുകൊണ്ടും ജലം മാത്രം ഭക്ഷിച്ചുകൊണ്ടും ഉപശാന്തമായ മനസ്സോടെ യമനിയമങ്ങൾ പാലിച്ച് മനസ്സിനെ ഏഷണകളെ പറയുമ്പോൾ വിത്തേഷണ, ധാരേഷണ, പുത്രേഷണ, അങ്ങനെ ആ ഏഷണകളിൽ നിന്നൊക്കെ മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ നിവർത്തിച്ചു പരമാത്മാവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃതഷഡീന്ദ്രിയ ഹരിഭാവനയാ ദോസ്തമോമല. ആസനങ്ങളെ സ്വായത്തമാക്കിയും പ്രാണായാമത്തിലൂടെ ശ്വാസത്തെ ജയിക്കപ്പെട്ടും 6 ഇന്ദ്രിയങ്ങളെയും പ്രത്യാഹരിച്ചും വിഷ്ണുവിൻ്റെ രൂപത്തെ ധ്യാനിച്ചിരിക്കുന്നത് കൊണ്ട് തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും നശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ കടാംബര ഇവാംബരേ ധ്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധ കരണാശയ നിവർത്തിതാഖിലാഹാര ഹസ്തേ സാഗമിവാജല തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖിലകർമ്മണ. മനസ്സിനെ വിജ്ഞാനരൂപമായ ആത്മാവിൽ സംയോജിപ്പിച്ചിട്ട് ആ വിജ്ഞാനാത്മാവിനെ ക്ഷേത്രജ്ഞനിൽ ലയിപ്പിച്ചിട്ട് ആ ദ്രഷ്ടാവായ ക്ഷേത്രജ്ഞനെ ആധാരമെന്ന ബ്രഹ്മത്തിൽ ലയിപ്പിച്ചിട്ട് മായാഗുണങ്ങളുടെ ഫലമായ വാസനകളെ നശിപ്പിച്ചിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിച്ചിട്ട് നിവർത്തിക്കപ്പെട്ട സകല ആഹാരങ്ങളോടും കൂടിയവനായി നിശ്ചലനായി മരക്കുറ്റി പോലെ ധൃതരാഷ്ട്രർ ഇരിക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ചിരിക്കുന്ന അവന് നിങ്ങൾ തടസ്സമായി ഭവിക്കരുത്. സവ അദ്യതനാരാജൻ പരത പഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ചഭസ്മീ ഭവിഷ്യതി. ഇന്നു മുതൽ 5-ാം ദിവസം അദ്ദേഹം ശരീരം ഉപേക്ഷിക്കും, അത് ഭസ്മമായി തീരുകയും ചെയ്യും. ദഹ്യമാനഗ്നിർദേഹേ പത്യോ പത്നി സഹോദജേ ബഹിസ്ഥിതാപതിം സാധി തമഗ്നിം അനുവേക്ഷ്യതി. പർണശാലയോടുകൂടി പതിയുടെ ദേഹം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ഭാര്യ ഗാന്ധാരി പതിവ്രത ധർമ്മത്തെ അനുസരിച്ച് ഭർത്താവിനോടുകൂടി ആ അഗ്നിയിൽ പ്രവേശിക്കും. വിദുരസ്തൂതാശ്ചര്യം നിശാമ്യ ഗുരുനന്ദന ഹർഷയോഗയുതസ്മാത് ഗന്ധാത് തനുഷേവക. വിദുരരാകട്ടെ ഭ്രാതാവിൻ്റെ ആശ്ചര്യമായ സൽഗതി കണ്ടിട്ട് സന്തോഷവും മരണചിന്ത കൊണ്ട് സങ്കടവും ഉള്ളവനായി തീർന്ന് തീർത്ഥാടനത്തിനായിട്ട് ആ സ്ഥാനം വിട്ടുപോകും. ഇത്യുക്താദാരുഹ സ്വർഗം നാരദ സഹദുംബുരു യുധിഷ്ഠിരോ വജസ്തസ്യ ഹൃദി ഗത്വാ ജഹച്ഛുഭ. ഇങ്ങനെ പറഞ്ഞ ശേഷം നാരദർ തുമ്പുരുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോയി. യുധിഷ്ഠിരൻ നാരദവാക്യത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പിതൃക്കളെ സംബന്ധിച്ച ദുഃഖം ഉപേക്ഷിച്ചു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷികോപാഖ്യാനേ ത്രയോദശോധ്യായഃ. 1-ാം സ്കന്ധം 13-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.